ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇറ്റ്സ് മീ അശ്വിനി. അപ്പം നമുക്കിന്നൊരു ട്രാവൽ വ്ളോഗ് കാണാം. ട്രിവാൻഡ്രം പോവാണ് കേട്ടോ. ഞാനുണ്ട്, അമ്മയുണ്ട്, ചേട്ടനുണ്ട്. അപ്പോൾ ചേട്ടൻ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ നിന്നായിട്ടേ കയറുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴ പെയ്യുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വെഡ്ഡിങ് ആണ്. അപ്പോൾ വെഡ്ഡിങ് പ്രമാണിച്ച് നമ്മൾ അവരെ കല്യാണം വിളിക്കാൻ വേണ്ടി പോണതാണ് കേട്ടോ. അപ്പോൾ ബാക്കിയെല്ലാം കാണുന്നത് ചേട്ടൻ കയറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ട്രെയിനിന് പോകാനാണ്, കലൈറ്റങ്കരയ്ക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ട്രെയിൻ കയറിയിട്ടുണ്ട്. ബാക്കി ട്രെയിൻ കയറുന്ന വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൃശ്ശൂർ വരെയാണ് നമ്മൾ ട്രെയിനിൽ പോകുന്നത്. അവിടെ നിന്ന് മാറി കയറാണ് കേട്ടോ ചെയ്യണേ. അപ്പോൾ തൃശ്ശൂർ വരെ പോകുന്ന ട്രെയിനാണിത്. അപ്പോൾ ഈ സമയമൊക്കെ ആയപ്പോഴേക്കിനും മഴയൊക്കെ തോർന്ന് സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ട്രെയിൻ 6 o'clock ആണ്. അപ്പോൾ അതുവരെ ട്രെയിനെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ ഇരിക്കണം. അപ്പോൾ എന്തെങ്കിലും കഴിക്കാനൊക്കെ മേടിക്കാന്ന് വെച്ചിട്ട് ഇരിക്കുകയാണ്. കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിലുണ്ടാവും. പോപ്കോണും കട്ട്ലേറ്റൊക്കെ വാങ്ങിയിട്ടുണ്ട്. കൂട്ടത്തിലൊരു ജെംസ് മിഠായി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേറൊരു ട്രെയിൻ വന്ന് കിടക്കുന്നുണ്ട്. അത് എവിടേക്കുള്ളതാണോന്ന് അറിയില്ല. അപ്പോൾ ആ ഒരു വ്യൂ ഒക്കെ കണ്ട് നമുക്ക് കട്ട്ലേറ്റൊക്കെ കഴിക്കാം കേട്ടോ. അപ്പം ഞാൻ പിന്നെ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ആദ്യം നമ്മൾ ജെംസാണ് പൊട്ടിച്ചത് കേട്ടോ. കാരണം ജെംസ് ചെറുപ്പത്തിലേ മുതലേ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോൾ പോയാലും ജെംസാണ് മേടിക്കുക. അപ്പോൾ ചേട്ടനും ജെംസൊക്കെ കൊടുത്തു. ചേട്ടൻ്റെ ട്രെയിൻ വരുന്ന സമയമൊക്കെ നോക്കിയിട്ട് വരാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കട്ട്ലേറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കട്ട്ലേറ്റ് എടുത്തു. വെജിറ്റേറിയൻ കട്ട്ലേറ്റ് ആയിരുന്നു. അതും നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്നു പറയില്ലേ, അങ്ങനത്തെ ഒരു ടേസ്റ്റാണ്. പൊതുവേ റെയിൽവേ ഒന്നും അങ്ങനെ മേടിക്കാറില്ല കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ചപ്പാത്തി, ചോറ് ഒക്കെ പൊതിഞ്ഞെടുക്കാറാണ് പതിവ്. ഇരുന്ന് മടുത്തു ഗൈസ്, ട്രെയിനൊന്നും വന്നിട്ടില്ല. അത് നമ്മൾ പോപ്കോൺ തിന്നാൻ പോവാണ്. കുറേ സമയമായി ഇങ്ങനെ ഇരിക്കണം. ഏകദേശം ഇരുട്ടൊക്കെ ആവാറായിട്ടുണ്ട്. പിന്നെ ഒന്നുമില്ലല്ലോ, നല്ല മഴക്കാരൊക്കെ ഉണ്ട്. കൂടുതൽ ശേഷം കാണാം. അങ്ങനെ ഞങ്ങളുടെ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് വന്നിട്ടാ. അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറി. അപ്പോൾ പോപ്കോണൊക്കെ കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരുന്നു. അപ്പോഴാണ് ട്രെയിൻ വന്നത്. അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറി. അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു. അമ്മയ്ക്ക് നല്ല ഉറക്കൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ചേട്ടനെ അവിടെ ചെന്നിരുന്നു, ഞങ്ങൾ ഇവിടെ ഇരുന്നു. ട്രെയിൻ യാത്ര എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം പതിയെ ട്രെയിൻ പോകുള്ളൂ. അപ്പോൾ നമുക്കധികം ക്ഷീണമൊന്നും വരില്ല. സുഖമായിട്ട് ഇങ്ങനെ പോവാം. അപ്പോൾ ഇങ്ങനെ ഉറങ്ങണമെങ്കിൽ ഉറങ്ങാം. ഈ ബസ്സിലെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, പുറക്ക വേദന അങ്ങനെയൊക്കെ വരില്ലേ. പിന്നെ എനിക്ക് വിശന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വെച്ച പോപ്കോൺ ഇരിക്കണ കാരണം ഒരു സമാധാനം ഇല്ല കേട്ടോ അത് കഴിക്കാണ്ട്. അപ്പോൾ നമ്മൾ പോപ്കോൺ അങ്ങനെ പൊട്ടിച്ചു കേട്ടോ. അപ്പോൾ പൊട്ടിച്ചപ്പോൾ കുറച്ച് സ്ഥലത്ത് പോയി മടിയിലാണ് നിന്നത്. അപ്പോൾ ഞാൻ എടുത്തത് കഴിച്ചു. പിന്നെ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാ. ഒരു പ്രത്യേകത ഒരു മസാലയാണ് കേട്ടോ അതിൽ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ സൈഡ് സീറ്റിലിരുന്ന് നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പം ഞാൻ വ്യൂസൊക്കെ കണ്ടിരിക്കുകയാണ്. നല്ല രസമല്ല, ചെറിയ ചെറിയ വീടുകൾ, പിന്നെ പാടങ്ങൾ, വരമ്പുകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. പക്ഷേ ഇരുട്ടായി കൊണ്ട് അധികമൊന്നും കാണില്ല, നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് എത്തേണ്ട സമയമൊക്കെ ആയി. അപ്പം നമ്മൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ ഇറങ്ങി ഇങ്ങനെ നടക്കുകയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു, എല്ലാവരും ഇറങ്ങിയിട്ടുള്ള ഒരു തിരക്ക്. അപ്പോൾ ഞങ്ങൾ പതുക്കാനും ഇങ്ങനെ നടന്നിട്ട് ഞങ്ങൾക്ക് ഓട്ടോയ്ക്ക് വിളിച്ചിട്ട് വേണം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. ആദ്യം പാപ്പൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ നമ്മൾ പോണത്. അപ്പോൾ ടൈം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓട്ടോയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അധികം ദൂരമൊന്നുമില്ല. പാപ്പനൊക്കെ കോട്ടേഴ്സിലാണ് താമസിക്കണത്. അപ്പോൾ വേഗം എത്തും. അപ്പോൾ എന്തായാലും എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാവും എന്നാണ് ഒരു പ്രതീക്ഷ. അപ്പോൾ അമ്മതേ പടികളൊക്കെ കയറി പോകുന്നുണ്ട്. അപ്പോൾ നമ്മളവിടെ എത്തി. ഉണ്ണികളൊക്കെ ഉറങ്ങാണ് കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി മാമ ഫുഡ് എടുക്കാൻ പോയേക്കാണ്. അപ്പോൾ അങ്ങനെ തന്നെ വന്ന് കിടന്ന് ഉറങ്ങി.
അപ്പോൾ മാമ നല്ല ചൂട് കട്ടനൊക്കെ തന്നിട്ടുണ്ടായി. അപ്പോൾ അതൊക്കെ കുടിച്ചുകൊണ്ട് ഞാൻ ഈ ബാൽക്കണിക്ക് പോയതായിരുന്നു. അപ്പോൾ അതേ പിള്ളേർക്ക് പോകാനുള്ള തിരക്കിലാണ്. അപ്പോൾ മാമ ചോറൊക്കെ വാരി കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അവരിറങ്ങാണ്. അപ്പോൾ ഞങ്ങളത് ടാറ്റയ്ക്ക് കൊടുത്ത് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അപ്പുറത്തെ സൈഡിൽ കൂടെ, അതായത് മുകളിൽ നിന്നിട്ട് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്ന് നിൽക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമായി. ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു. അപ്പോൾ ഇതാ 2 ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട്. മാമ റെഡി ആയിട്ട് മാമ ഇറങ്ങാണ് കേട്ടോ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇന്ന് 1-ാം തീയതി ആയതുകൊണ്ട് മാമയ്ക്ക് ലീവ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ വിഷമം മാമയ്ക്ക് ഉണ്ട് മുഖത്ത്. ഇന്ന് ലീവ് എടുക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാ ഫുഡൊക്കെ എടുത്ത് കഴിച്ചിട്ട് പോയാൽ മതി, അമ്മയിടയ്ക്ക് ഉച്ചയ്ക്കുള്ള ഫുഡ് കൊടുന്ന് കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് ഒക്കെ പോയിട്ടുണ്ട്. ചോറും കറികളൊക്കെ ആക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആൾ പോകുന്നുണ്ട്. പാപ്പനും ജോലിക്ക് പോയിരുന്നു കേട്ടോ. പാപ്പ 7:30 ഇറങ്ങി. പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ അത് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരും പോയി. കാരണം മന്തി ആയതുകൊണ്ട് ആരും ലീവൊന്നും എടുത്തില്ല. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് അമ്മ വീട്ടിലേക്ക് ഇറങ്ങുമല്ലോ. പിന്നെ ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചേട്ടൻ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ വേഗം കുളിച്ച് ഒരുങ്ങിയിട്ടാണ്. കാരണം മുകളിൽ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമായിരുന്നു എനിക്ക്. അപ്പോൾ അതിൻ്റെ പേരിൽ അപ്പം അമ്മ സാരി എടുത്തു. അപ്പോൾ ഞാൻ വേഗം ഒരുങ്ങി. ഇപ്പോൾ ചേട്ടൻ കുളിക്കാൻ കയറിയിട്ടുള്ളൂ കേട്ടോ ആ സമയത്ത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താൻ കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിരുന്നു. മീൻകറിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കി അമ്മയുടെ ഇടയ്ക്ക് പോകുന്ന പാർട്ട് ഞാനൊരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. 2ാം സെക്കൻഡ് പാർട്ടായിട്ട് ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കൂടുതൽ വീഡിയോസ് ഇനിയും ഇടും. അപ്പോൾ ടാറ്റാ, ലവ് യു.